അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി വഖഫ വസ്സലാത്തു വസ്സലാമു അലാ മൻ ഇസ്തഫ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. മുഅ്മിനീങ്ങളെ, അള്ളാഹു നമുക്ക് ഖൈർ പ്രദാനം ചെയ്യട്ടെ. പരിശുദ്ധ ദീനനുസരിച്ചുകൊണ്ട് അമൽ ചെയ്യുന്ന മുഅ്മിനീങ്ങളിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തട്ടെ. പ്രത്യേകമായിട്ടും ഇന്ന് ഞാൻ നിങ്ങൾക്കൊരു ക്ലാസ് എടുത്തു തരുന്നത് അല്പസമയമാണ്. വളരെ പ്രധാനപ്പെട്ടൊരു വിഷയമാണ്. നമ്മുടെ കുട്ടികൾ, ചെറിയ കുട്ടികൾ ഇല്ലാത്ത വീടുകൾ കുറവായിരിക്കുമല്ലോ. അവർ വീട്ടിൽ വെച്ച് നമ്മുടെ അകങ്ങളിലൊക്കെ മൂത്രമൊഴിക്കുകയും മറ്റ് ഛർദ്ദിക്കുകയും അതുപോലെ കാഷ്ടിക്കുകയൊക്കെ ചെയ്യുമല്ലോ. അത് വൃത്തിയാക്കുന്ന സഹോദരിമാർ ശ്രദ്ധിക്കേണ്ടത്, സാധാരണഗതിയിൽ മൂത്രമൊഴിച്ച സ്ഥലത്ത് വന്ന് ഒരു മഫും അല്ലെങ്കിൽ ഒരു ബക്കറ്റ് വെള്ളവും കൊണ്ടുവന്ന് നമ്മൾ ആ മഫ് കൊണ്ട് അത് തുടച്ചെടുത്ത് ആ ബക്കറ്റ് വെള്ളത്തിലേക്ക് അതങ്ങോട്ട് ഒഴിക്കുകയും പിന്നീട് അതിൽ ആ മഫ് പിഴിഞ്ഞിട്ട് വീണ്ടും അവിടെ തുടച്ചെടുത്തിട്ട് വൃത്തിയാക്കുന്ന സിസ്റ്റമാണ് കാണുന്നത്. ഇങ്ങനെ വന്നാൽ ആ സ്ഥലം ശുദ്ധിയല്ല. ശരിക്കും ചെയ്യേണ്ടത്, ഛർദ്ദിച്ചാലും മൂത്രമൊഴിച്ചാലും കാഷ്ടിച്ചാലുമൊക്കെ ആ തടിയെ അവിടുന്ന് പൂർണ്ണമായും ഒഴിവാക്കണം. ഒരു ഉണങ്ങിയ പേപ്പർ കൊണ്ട് അല്ലെങ്കിൽ ഉണങ്ങിയ കഷ്ണം കൊണ്ട് അത് പൂർണ്ണമായിട്ടും ഒഴിവാക്കിയ ശേഷം അതിലേക്ക് ഒന്നും കൂടി വെള്ളം പാർന്ന് തുടക്കുകയും ആ തുടച്ചതിന് ശേഷം അത് ഒഴിവാക്കിയതിന് ശേഷം ഒരല്പം വെള്ളം അതിലേക്ക്, ഒരു ഗ്ലാസ്സോ അല്ലെങ്കിൽ ഒരു ഗ്ലാസിൻ്റെ പകുതിയോ വെള്ളം എടുത്ത് അതിലേക്ക് ഒഴിക്കുകയും ചെയ്താൽ അൽഹംദുലില്ലാ അത് വൃത്തിയാകും. ഇങ്ങനെ ചെയ്യാത്ത പക്ഷം നമ്മുടെ വീടുകളിൽ പല റൂമുകളും വൃത്തികേടാവുകയും അവിടെ നിസ്കരിക്കാൻ പറ്റാതിരിക്കുകയും ചെയ്യും. അള്ളാഹു നമുക്ക് ഖൈർ പ്രദാനം ചെയ്യട്ടെ, ഇൽമ നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.